പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ കർത്താവ് സഭകളോടുള്ള അരുളപ്പാടുകൾ അറിയിക്കുകയാണ്. താൻ ലോകത്തെ ജയിച്ച് പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ അനുഗമിക്കുന്നവരും ജയാളികളായി തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കണമെന്ന് കർത്താവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു. യേശുക്രിസ്തു എന്തിനെയാണ് ജയിച്ചത്? ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ട് തൻ്റെ പരസ്യ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് മുമ്പ് യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റതിന് ശേഷം 40 ദിവസം ഉപവസിച്ചു. അതിനുശേഷം സാത്താൻ യേശുവിനെ പരീക്ഷിക്കുവാൻ അടുത്തു ചെന്നു. വിശന്നിരിക്കുന്ന യേശുവിനോട് സാത്താൻ, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ഒന്നാമത് യേശു വിശന്നിരിക്കുന്നു. രണ്ടാമത് തൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ നീ ദൈവപുത്രനെങ്കിൽ എന്ന് പറയുന്നു. എന്നാൽ കർത്താവ് ആ പരീക്ഷയെ ദൈവവചനം കൊണ്ട് ജയിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും എന്നെഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിന് താൻ ദൈവപുത്രനാണെന്നും താൻ തിരികെ പിതാവിൻ്റെ അടുക്കൽ പോകേണ്ടതാണെന്നും അറിയാം. എന്നാൽ താൻ ഇപ്പോൾ ഭൂമിയിൽ മനുഷ്യനായി ആയിരിക്കുന്നു. അതുകൊണ്ട് ആഹാരം വേണ്ട എന്നല്ല, ആഹാരത്തിനേക്കാൾ പ്രാധാന്യം ദൈവത്തിൻ്റെ വചനത്തിനാണ് എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരും സ്വർഗീയ പൗരത്വം ഉള്ളവരാണ്. ആദ്യ മാതാപിതാക്കന്മാരുടെ അനുസരണക്കേടിനാൽ അത് നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. അത് നമുക്ക് തിരികെ ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. ദൈവവചനങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നാം യേശുവിനോടുകൂടെ നിത്യരാജ്യത്തിൽ നിത്യമായി വാഴും. രണ്ടാമത്തെ പരീക്ഷണം, യേശുവിനെ പിശാച് ഉയർന്ന ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ കാണിച്ചു. ഈ അധികാരവും അതിൻ്റെ മഹത്വവും എല്ലാം നിനക്ക് നൽകാം, അത് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് സാത്താൻ പറഞ്ഞു. യേശു ഒന്നു മാത്രം ചെയ്യണം, സാത്താനെ നമസ്കരിക്കണം. യേശു ഉത്തരം പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു. നമ്മിൽ പലരും പരാജയപ്പെടുന്നത് ഇങ്ങനെയുള്ളിടത്തല്ലേ? ലോകത്തിൻ്റെ മഹത്വം നേടുവാനുള്ള ഓട്ടത്തിനിടയിൽ ദൈവവും ദൈവിക വചനങ്ങളുമെല്ലാം പിറകോട്ട് തള്ളിക്കളയുന്നു. സകല ലോകവും ദുഷ്ടനായ പിശാചിൻ്റെ അടിമത്വത്തിലാണ് എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ കർത്താവ് നമുക്ക് സ്വർഗത്തിൽ വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും അവകാശങ്ങളും വിലമതിക്കാൻ കഴിയാത്തതാണ്. അതിൻ്റെ മുൻപിൽ ലോകത്തിൻ്റെ ശ്രേഷ്ഠതകളൊന്നും വലിയതല്ല. ആ തിരിച്ചറിവുള്ളവർ ഈ ലോകത്തിൻ്റെ നശ്വരമായ നേട്ടങ്ങൾക്ക് പുറകെ പോകുകയില്ല. യേശുവിനെ കൂടാതെയുള്ള സന്തോഷങ്ങൾ നമ്മെ കൊണ്ട് എത്തിക്കുന്നത് സ്വർഗീയ സന്തോഷങ്ങളുടെ നഷ്ടങ്ങളിലേക്കായിരിക്കും. അടുത്ത പ്രലോഭനം, സാത്താൻ കർത്താവിനോട് പറയുന്നത്, തന്നെ ദൈവാലയത്തിൻ്റെ അഗ്രത്തിൽ നിർത്തിയിട്ട് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണം ദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളുമല്ലോ, അതുകൊണ്ട് നീ താഴേക്ക് ചാടുക എന്ന് പറയുന്നു. കർത്താവ് പിശാചിനോട് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പിശാച് അപ്പോൾ തന്നെ യേശുവിനെ വിട്ടുമാറി എന്ന് എഴുതിയിരിക്കുന്നു. യേശുവിനെ പോലെ നാമും പിശാചിൻ്റെ തന്ത്രങ്ങളെ ദൈവവചനത്താൽ ജയിക്കുവാൻ പഠിക്കുക. ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞുപോകും. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. വേഗത്തിൽ മറയുവാൻ പോകുന്ന ലോകത്തെയും
അതിൻ്റെ മോഹങ്ങളെയും കുറിച്ചുള്ള ആഗ്രഹങ്ങളെ വിട്ടോടി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ജയാളികളായി തീരാം. മരണാനന്തരം കർത്താവിനോടുകൂടെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു നിത്യസന്തോഷത്തിനായി നമുക്കൊരുങ്ങാം. ഈ ലോകത്തെ ജയിച്ച് കർത്താവിനോടുകൂടെ സ്വർഗീയ ആനന്ദത്തിൽ വാഴാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.